നാം ഒത്തിരി സ്നേഹിച്ചവർ, ഒരുപാട് സഹായം ചെയ്തവർ, ആത്മാർത്ഥതയോടെ നമ്മുടെ കൂടെ നിർത്തിയവർ നമ്മൾ നകന്നു പോയപ്പോൾ നമുക്കൊരുപാട് വേദനകളുണ്ടായി. ആ വേദനകൾ നമുക്ക് സഹിക്കുവാൻ ഒരുപക്ഷെ സാധിച്ചു എന്ന് വരികയില്ല. എന്നാൽ അവർ മടങ്ങി വന്ന് നമ്മെ ആത്മാർത്ഥതയോടെ സ്നേഹിച്ചാൽ അവരെ നാം ആത്മാർത്ഥതയോടെ കൂടെ നിർത്തണം. ഒരിക്കൽ ദൈവം തൻ്റെ ഒരു ദൂതനോട് പറഞ്ഞു, ഭൂമിയിലെ ഏറ്റവും മഹത്തരമായ ഒന്നിനെ നീ എനിക്ക് കൊണ്ടുതരണം. ഉടനടി ഈ ദൂതൻ ഭൂമിയിലെത്തി പലതും അന്വേഷിച്ചു, പലരുടെയും അടുത്തു പോയി. അപ്പോൾ ഇതാ ഒരുപാട് പേരെ രക്ഷിച്ച, ഒരുപാട് പേർക്ക് ജീവൻ കൊടുത്ത ഒരു വ്യക്തിയുടെ മരണം ദൂതൻ കണ്ടു. അയാളുടെ ജീവനുമായി ദൂതൻ ദൈവത്തിൻ്റെ അടുത്തെത്തി. ഇതിനേക്കാൾ മഹത്തരമായ ഒന്ന് ഭൂമിയിലുണ്ട് എന്ന് ദൈവം ദൂതനോട് പറഞ്ഞു. ദൂതൻ വീണ്ടും ഭൂമിയിലെത്തി പല സാധനങ്ങളും കൊണ്ടുവന്നെങ്കിലും ദൈവം അതെല്ലാം നിരാകരിച്ചു. പിന്നെയും ഭൂമിയിലെത്തിയ ദൂതൻ കുതിരപ്പുറത്ത് ഒരാൾ ധൃതിയിൽ പോകുന്നതാണ് കണ്ടത്. എങ്ങോട്ടാണ് യാത്രയെന്ന് അന്വേഷിച്ചപ്പോൾ അയാളെ ചതിച്ചവനും അയാളെ വഞ്ചിച്ചവനുമായ ഒരു മനുഷ്യനെ കൊല്ലാനുള്ള യാത്രയിലാണ് എന്ന് ദൂതന് മനസ്സിലായി. ദൂതനും അയാൾക്കൊപ്പം യാത്ര ചെയ്തു. ആ വ്യക്തിയുടെ വീടിൻ്റെ മുറ്റത്തെത്തിയ അയാൾ ജനലിനുള്ളിലൂടെ അകത്തേക്ക് നോക്കിയപ്പോൾ ആ മനുഷ്യൻ തൻ്റെ പിഞ്ചു കുഞ്ഞിനെ ചുംബിച്ച് തോളിലേറ്റി പാട്ടുപാടി ഉറക്കുന്നതാണ് കണ്ടത്. ഇത് കണ്ട് കണ്ണു നിറഞ്ഞ അയാൾ തിരിച്ചുപോയി. ദൂതൻ ആ കണ്ണുനീരൊപ്പിയെടുത്ത് ദൈവത്തിൻ്റെ അടുത്തെത്തി. ദൈവം പറഞ്ഞു, ഇതാണ് ഭൂമിയിലെ ഏറ്റവും മൂല്യമുള്ള വസ്തു, അതായത് അനുതാപം. മടങ്ങിവരവിനേക്കാൾ മനോഹരമായ യാത്രയില്ല. അത് തെറ്റിൽ നിന്നായാലും വീട് വിട്ട് ഇറങ്ങിപ്പോയ ശേഷമാണെങ്കിലും ദൂര യാത്രയാണെങ്കിലും തിരിച്ചു വരുവാനുള്ള ഒരു മനസ്സ്, ആ വ്യക്തിക്ക് തിരിച്ചു വരുവാനുള്ള സ്ഥലമുണ്ടെന്നുള്ളതാണ് എല്ലാ യാത്രകളുടെയും മനോഹരിത. തെറ്റിൽ നിന്നും ഒരാൾ പിന്മാറാൻ തീരുമാനിച്ചാൽ അയാളോടൊപ്പം നിൽക്കുക എന്നതാണ് വീണ്ടും അയാളെ തെറ്റിലേക്ക് തിരിച്ചു വിടാതിരിക്കാനുള്ള മാർഗം. തെറ്റിൽ നിന്നുള്ള രൂപാന്തരം, തെറ്റിൽ നിന്നുള്ളതായ മാനസാന്തരം തനിക്ക് മനസ്സിലായി നമ്മോട് ചേർന്ന് വരുവാനിടയായാൽ അവരെ ചേർത്ത് നിർത്തുക. ആ മടങ്ങിവരവുകളെ സന്തോഷമാക്കുക, ആഘോഷമാക്കുക. പിന്നെയും പിന്നെയും തെറ്റിലേക്ക് തള്ളിവിടാതെ നമുക്കവരെ ചേർത്ത് നിർത്താം. അതാണ് വിശുദ്ധ ബൈബിളിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഒരു കഥ, ധൂർത്തപുത്രൻ്റെ കഥ. അപ്പോൾ തന്നെ മനസ്സിലാക്കണം, ഇണങ്ങിയവൻ പിണങ്ങുമ്പോഴും പിണങ്ങിയവർ ഇണങ്ങുമ്പോഴും വളരെ നാം സൂക്ഷിക്കുകയും വേണം. ധൂർത്തപുത്രനെ ഉൾക്കൊണ്ടപ്പോൾ തൻ്റെ അടുത്ത മകന് ആ കൂട്ടിച്ചേർക്കലിൽ സന്തോഷമില്ലാത്ത അവസ്ഥയായി തീരുവാൻ ഇടയായി തീർന്നു. ആരെതിർത്താലും ആര് പിണങ്ങിയാലും നമ്മുടെ തെറ്റുകളെ ക്ഷമിച്ച് നമ്മെ ചേർത്ത് നിർത്തുന്ന ഒരു സർവശക്തനായ ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ മറ്റുള്ളവരുടെ പാപങ്ങളെ ക്ഷമിക്കുന്നു എങ്കിൽ ഞാനും നിങ്ങളോട് ക്ഷമിക്കും. നമുക്ക് ക്ഷമിക്കാം, സ്നേഹിക്കാം, പരസ്പരം കൈത്താങ്ങാം.
ദൈവത്തിൻ്റെ കൃപയും സമാധാനവും ചേർത്തിണക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കാം. കർത്താവ് നമ്മെ അതിനായി സഹായിക്കുമാറാകട്ടെ.